യുനാനി മെഡിസിനിൽ എല്ല് തേയ്മാനത്തിന് വളരെ ഫലപ്രദമായ ചികിത്സ ഉണ്ട്. ആളുകളുടെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ചികിത്സിക്കുക. എല്ലാവർക്കും ചികിത്സിച്ച് മാറ്റാമെന്ന് ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയില്ല. പക്ഷേ പല ആളുകൾക്കും സർജറി ആവശ്യമായിട്ട് വന്നേക്കാം. അവർക്ക് സർജറി ചെയ്യണം. ഗ്രേഡ് 4 ഒക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയും ഒരു നമുക്ക് ട്രീറ്റബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഒരു ഗ്രേഡ് 3 ആണെങ്കിൽ അവർക്ക് അനാട്ടമിക്കലി അവരുടെ പൊസിഷൻസ് കറക്റ്റാണ്. കാര്യമായ ബെൻഡൊന്നുമില്ല കാലിന്. എങ്കിൽ നമുക്ക് തുടക്കത്തിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരുടെ മസിൽസ് സ്ട്രെങ്തനിങ് എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ മാനിപ്പുലേഷൻ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ഫിസിയോതെറാപ്പി ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെക്കാനിക്കൽ മാനിപ്പുലേഷൻ സ്ട്രെങ്തനിങ് എക്സസൈസുകളായിരിക്കാം, സ്ട്രെച്ചിങ് ആയിരിക്കാം. ആ രീതിയിലുള്ള ക്വാഡ്രിസെപ്സ്, കാഫ് മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്തതിന് ശേഷം നമ്മൾ ചില യുനാനി റെജിമെൻ്റൽ തെറാപ്പീസ് കൂടി ആഡ് ചെയ്യും. അതുകൂടാതെ നമ്മൾ ഓറൽ മെഡിസിൻസ് ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ ചില മെഡിസിൻ കഴിക്കാനുണ്ടാവും. അങ്ങനെയാണ് ഈ പേഷ്യൻസിനൊക്കെ നല്ല മാറ്റം കിട്ടാറുണ്ട്. നമുക്കത് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റാറുണ്ട്. വർഷങ്ങളായിട്ട് കസാലയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ കാര്യമായിട്ട് കാല് മടക്കിയിരിക്കാൻ പറ്റാത്ത രോഗികൾക്കടക്കം വർഷങ്ങൾക്ക് ശേഷം 8ഉം 10ഉം വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായ രീതിയിൽ ഇരുന്ന് നിസ്കരിക്കാനും അവരുടെ എല്ലാ ജോലികളും ചെയ്യാനും കൂണി കയറാനും സാധാ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കാനടക്കം അവർക്ക് പറ്റാറുണ്ട്.